UGC ചട്ടഭേദഗതി കരടിലെ നിർദ്ദേശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാകണമെന്ന് സീറോ മലബാർ സഭയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സിനഡൽ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. UGC റെഗുലേഷൻസ് 2025 കരട് രേഖ വിശകലനം ചെയ്യുന്നതിനായി സീറോ മലബാർ സിനഡിന്റെ വിദ്യാഭ്യാസത്തിനായുള്ള കമ്മീഷൻ ചങ്ങനാശ്ശേരി സെന്റ് ബർക്കുമെൻസ് കോളേജിൽ സംഘടിപ്പിച്ച സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷ അവകാശങ്ങൾ ധംസിക്കുന്നതിനോടൊപ്പം പാവപ്പെട്ടവരെ അവഗണിക്കുന്ന നിലപാടുകൾക്ക് പുതിയ UGC കരടിൽ സാധ്യത കാണുന്നുണ്ടെന്നും വ്യക്തമാക്കിയ സീറോ മലബാർ സഭയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സിനഡൽ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കരട് നിർദ്ദേശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാകണമെന്നും ആവശ്യപ്പെട്ടു. UGC റെഗുലേഷൻ 2025 കരട് രേഖ വിശകലനം ചെയ്യുന്നതിനായി ചങ്ങനാശ്ശേരി സെന്റ് ബർക്കുമെൻസ് കോളേജിൽ സംഘടിപ്പിച്ച സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്നതും തകർക്കുന്നതുമായ നിഗൂഢ അജണ്ട പുതിയ കരടിൽ കാണുന്നതായും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിയമനത്തിന് അവകാശമില്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് എന്ത് കാര്യമെന്നും മാർ തോമസ് തറയിൽ ചോദിച്ചു. സഭയും സമുദായവും നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും സഭാംഗങ്ങൾ തയ്യാറാകണമെന്നും ആധുനിക യുഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമായ മാറ്റങ്ങൾ സഭ സജ്ജമാക്കണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബ്ലാനി അഭിപ്രായപ്പെട്ടു. സിനഡൽ കമ്മീഷൻ സെക്രട്ടറി SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാന്തോട്ടം, ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഡൊമിനിക് അയലൂപ്പറമ്പിൽ, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജോബി ജേക്കബ് എന്നിവർ വിഷയാവതരണം നടത്തി. സീറോ മലബാർ സഭയുടെ വിവിധ കോളേജുകളിൽ നിന്നുള്ള മാനേജർമാർ, പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, കോട്ടയം.